സൺഡയറക്ട് ടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സൺഡയറക്റ്റിൻ്റെ റീചാർജിൻ്റെ അമൗണ്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് പ്ലാൻ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്, അമൗണ്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. പഴയ അമൗണ്ട് റീചാർജ് ചെയ്താൽ റീചാർജ് ആകുന്നതല്ല, അത് പഴയ വേറെ ഏതെങ്കിലും പ്ലാനിലേക്കൊക്കെ ആയിരിക്കും റീചാർജ് ആകുന്നത്. അപ്പം 24/12/2024, അതായത് നാളെ മുതൽ, തിങ്കളാഴ്ച മുതൽ ചൊവ്വാഴ്ച മുതലാണ് അതിൻ്റെ പാക്കേജിൻ്റെ കാര്യങ്ങൾ എഫക്റ്റ് ആവുള്ളൂ, അതിൽ ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പം ചൊവ്വാഴ്ച മുതൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് റീചാർജിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി മുതൽ റീചാർജ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനുള്ള ഓഫറാണ്. ഓഫറല്ല, റീചാർജിൻ്റെ അമൗണ്ടും കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പാക്കേജ് നോക്കാം. മലയാളം ST പാക്കേജ് വരുന്നത് ജോയ് പാക്കേജ് 211, അത് 573, 3 മാസത്തേക്ക്, 6 മാസത്തേക്ക് 1055. അപ്പോൾ ഈ ജോയ് പാക്കേജിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അടുത്ത പാക്കേജ് ആയ മലയാളം ബേസിക് പാക്കേജ് മന്ത്ലി 229 ചെയ്യുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഇപ്പം 10 രൂപയുടെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 239 മന്ത്ലി വരുന്നത്. 3 മാസത്തേക്ക് 660 രൂപയും 6 മാസത്തേക്ക് 1262 രൂപയാണ് വരുന്നത്. 1 ഇയർ, അതായത് ഒരു വർഷത്തേക്ക് 2390 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ മലയാളം സിൽവർ പാക്കേജ് 250 രൂപയായിരുന്ന സിൽവർ പാക്കേജിന് ഇനി മുതൽ 260 രൂപയാണ് റീചാർജ് ചെയ്യേണ്ടത്. 3 മാസത്തേക്ക് 718 രൂപയാണ്, 6 മാസത്തേക്ക് 1373 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് 2600 രൂപയാണ് വരുന്നത്. പിന്നെ അടുത്തതായത് മലയാളം ഗോൾഡ് പാക്കേജ്. അധികം ആൾക്കാർ സ്പോർട്സും കാർട്ടൂണൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പാക്കേജ് ആയിരുന്നു 283 പാക്കേജ്. അതിപ്പം 10 രൂപ കൂടി 293 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി റീചാർജ് ചെയ്യാൻ പോകുന്നവരൊക്കെ ഈ പാക്കേജിനനുസരിച്ച് റീചാർജ് ചെയ്യുക. അതുപോലെ തന്നെ മലയാളം ഗോൾഡ് പാക്കേജ് 3 മാസത്തേക്ക് 809 രൂപയും 6 മാസത്തേക്ക് 1547 രൂപയാണ് വരുന്നത്. മലയാളം പ്രീമിയം പാക്കേജ് 329 രൂപയുള്ളത് 339 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. 3 മാസത്തേക്ക് 936 രൂപയും 6 മാസത്തേക്ക് 1789 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ മലയാളം അൾട്ടിമേറ്റ് പറഞ്ഞ പാക്കേജ് ഉണ്ടായിരുന്നു, അത് 364 രൂപയും 3 മാസത്തേക്ക് 1005 രൂപയും 4 മാസത്തേക്ക് 1922 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മലയാളത്തിൻ്റെ പാക്കേജിൻ്റെ ലിസ്റ്റ്. അതായത് ST സാധാ ബോക്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്കുള്ള റീചാർജിൻ്റെ പാക്കേജും കാര്യങ്ങളുമാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പം 229 ചെയ്യുന്ന കസ്റ്റമർ 10 രൂപ കൂടിയിട്ടുണ്ട്. അത് കാരണം 239 റീചാർജ് ചെയ്യുക. മലയാളം ഗോൾഡ് പാക്കേജ് ആണെങ്കിൽ 293 റീചാർജ് ചെയ്യുക. മലയാളം പ്രീമിയം ആണെങ്കിൽ 339 രൂപ റീചാർജ് ചെയ്യുക. പിന്നെ HD പാക്കേജ് റീചാർജ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, അതായത് HDയുടെ പാക്കേജ് റീചാർജ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. മലയാളം എക്കോണമി HD സ്റ്റാർട്ട് ചെയ്യുന്ന എക്കോണമി പാക്കേജാണ്. HD 238 രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. 3 മാസത്തേക്ക് 657 രൂപയും 6 മാസത്തേക്ക് 1257 രൂപയാണ് വരുന്നത്. പിന്നെ മലയാളത്തിൻ്റെ എക്കോണമി കഴിഞ്ഞാൽ മലയാളം വാല്യൂ പാക്ക് ഉണ്ട്. HD വാല്യൂ പാക്ക് 268 ഉള്ളത് 278 രൂപയാണ് വരുന്നത്. 3 മാസത്തേക്ക് 767 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ 6 മാസത്തേക്ക് 1468 രൂപയാണ് വരുന്നത്. മലയാളം സൂപ്പർ പറഞ്ഞ പാക്കേജ് 318 രൂപയാണ് ഒരു മാസത്തേക്ക്. അതുപോലെ തന്നെ 3 മാസത്തേക്ക് 878 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ 6 മാസത്തേക്ക് 1679 രൂപയായിട്ടാണ് വരുന്നത്. അപ്പം ഇതാണ് മലയാളത്തിൻ്റെ നോർമൽ പാക്കേജും HD പാക്കേജും തമ്മിലുള്ള മാറ്റം. അതായത് 10 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്മസിനോടനുബന്ധിച്ചാണ് 10 രൂപ സൺഡയറക്റ്റ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മലയാളം ജോയ് പാക്കേജ് ചെയ്യേണ്ട കസ്റ്റമേഴ്സിന് ഇപ്പോഴും 211 രൂപ തന്നെ ചെയ്താൽ മതി. മലയാളം ജോയ് പാക്ക്. അതുപോലെ മലയാളം ബേസിക്കാണ് അധികം ആളുകളും ചെയ്യുന്നത്, മലയാളം ഫുള്ള് ചാനൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 239 രൂപയാണ് 3 മാസത്തേക്ക് വരുന്നത്. ഒരു മാസത്തേക്ക് വരുന്നത് 239 രൂപയാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ HD ചെയ്യുന്ന എക്കോണമി പാക്കേജ് ചെയ്യുന്നത് 238 രൂപയാണ് വരുന്നത്. അപ്പം ഇതാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ NCF പാക്കേജ് ഉണ്ടായിരുന്നു, അതായത് 59 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്ന NCF പാക്കേജിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് 59 രൂപയുള്ളത് 79 രൂപയെ മാറ്റിയിട്ടുണ്ട്. അപ്പം ആദ്യമൊക്കെ സൺഡയറക്റ്റിൽ ഏറ്റവും കുറഞ്ഞ പാക്കേജ് ചെയ്യുന്ന 59 രൂപയുടെ പാക്കേജ് ആയിരുന്നു മലയാളത്തിൽ ഫ്രീ ആയിട്ടുള്ള ചാനൽ, അതായത് കൈരളി മലയാളം ന്യൂസ് ചാനൽ, അങ്ങനത്തെ ചാനലൊക്കെ പെയ്ഡ് ചാനലല്ലാതെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ചാനലുകൾ കിട്ടാൻ വേണ്ടിയിട്ട് 59 രൂപയുടെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു, NCF പാക്കേജ്. അതിനിപ്പോൾ 79 രൂപയാക്കി കൂട്ടിയിട്ടുണ്ട് ഒരു മാസത്തേക്ക്. പിന്നെ നോക്കുകയാണെങ്കിൽ തമിഴ് പാക്കേജ് ജോയ് പാക്കേജ് 199 രൂപയാണ് വരുന്നത്. അത് 3 മാസത്തേക്ക് 537,999. തമിഴ് ബേസിക് വരുന്നത് 233 രൂപയാണ്. തമിഴ് സിൽവർ പാക്കേജ് വരുന്നത് 249 രൂപയും തമിഴ് ഗോൾഡ് വരുന്നത് 269 രൂപയാണ് വരുന്നത്.
പിന്നെ തമിഴ് മലയാളം ജോഡി പാക്ക് 297 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ തമിഴ് കന്നഡ ജോഡി പാക്ക് 296 രൂപ. മലയാളം ജോഡി പാക്ക് 297 രൂപ ചെയ്യുമ്പോൾ അധികം ആളുകളും വിചാരിക്കുന്നത് തമിഴ് പാക്കേജും മലയാളം ചാനലും കൂടി രണ്ടും കൂടി ഫുള്ളായിട്ട് കിട്ടുമെന്നാണ്. പക്ഷേ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് മലയാളം ചാനൽ മാത്രം കിട്ടുകയുള്ളൂ, കുറച്ച് തമിഴ് ചാനലും അങ്ങനെ മിക്സ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇന്നത്തെ സൺടെക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടത് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ് പറഞ്ഞത്. സൺടെക്കിൻ്റെ പ്ലാൻ മാറ്റം വന്നിട്ടുണ്ട്. അധികം ആളുകൾ റീചാർജ് ചെയ്യാൻ പോകുമ്പോൾ എമൗണ്ട് മാറ്റി റീചാർജ് ചെയ്യാൻ പറയുക. ഓൺലൈനൊക്കെ ചെയ്യുന്നവർക്കാണ് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റുന്നത്. അതിനുശേഷം ചെയ്തു പോയിട്ട് പ്ലാൻ വിളിക്കാൻ കസ്റ്റമർക്കാരൊക്കെ വിളിച്ചിട്ട് കിട്ടാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റീചാർജ് ചെയ്യുന്നത് മുമ്പ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക. ഇനി പ്ലാനും പല ആളുകളും വിളിച്ചിട്ട് പ്ലാൻ മാറ്റാൻ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അധികം ആൾക്കാർക്ക് ഇവിടുത്തെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ടാക്സ് ആയിട്ട് 10 രൂപയാണ് വരുന്നത് അത് പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു ദിവസത്തേക്ക്. പല ആളുകളും ചോദിച്ചു ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യില്ല എന്നൊക്കെ. അതായത് അതിൻ്റെ ടാക്സ് നിങ്ങളൊരു ദിവസം കണ്ടു കഴിഞ്ഞാൽ ആ ടാക്സ് മാറ്റിയിട്ട് പിന്നെ അത് ഏത് പാക്കേജിലാണോ ആ ചാനൽ കണ്ടതിൻ്റെ ഒരു ടാക്സ് കൊടുത്താൽ മാത്രമേ അത് പാക്കേജ് അപ്ഗ്രേഡിലേക്ക് ആവുകയുള്ളൂ. അപ്പോൾ 10 രൂപയാണ് ഒരു ദിവസം കണ്ട് പ്ലാൻ നിങ്ങൾ റീചാർജ് ചെയ്തിട്ടായിട്ടുണ്ടെങ്കിൽ 10 രൂപയാണ് വരികയുള്ളൂ. അതിന് ശേഷം എക്സ്ട്രാ 10 രൂപ ഇട്ടിട്ട് ആ ഏത് പാക്കേജിലേക്കൊക്കെ ആവേണ്ടത് ആ എമൗണ്ടിൽ, അതായത് ഇപ്പോൾ 220 ചെയ്ത കസ്റ്റമർക്ക് 229 ആവണമെങ്കിൽ എക്സ്ട്രാ 10 രൂപയും അതിനോട് കൂടെ ടാക്സ് ആയ അതിൻ്റെ 10 രൂപ എക്സ്ട്രാ ഇട്ടതിൽ അത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആക്കി തരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ വിളിച്ച് പ്ലാൻ മാറിപ്പോയെന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് ഡയറക്റ്റ് ആക്കി തരും. പക്ഷേ അപ്പോൾ നിങ്ങൾ ഈ എമൗണ്ട് അതായത് 220 ചെയ്തിട്ട് 239 ആക്കണമെങ്കിൽ എത്ര എമൗണ്ട് വേണം ആ എമൗണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആക്റ്റീവായി കിട്ടുകയുള്ളൂ. അപ്പോൾ പ്ലാൻ മാറിപ്പോയിട്ട് ഇനി ഫസ്റ്റ് തൊട്ട് വീണ്ടും ആ എമൗണ്ട് ചെയ്യണം എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ചെയ്ത എമൗണ്ടിൽ നിന്ന് അത് നിങ്ങൾക്ക് ഏത് പാക്കേജിലേക്കാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ കെയർ വിളിച്ചാൽ അവരോട് നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് തരാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ആർക്ക് കസ്റ്റമർ കെയർ വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ട്, വാട്സപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ സൺ ഡയറക്റ്റ് വിളിച്ച്